അനദർ വീഡിയോ. ഇന്ന് നമ്മളുള്ളത് ഹുണ്ടായുടെ പോപ്പുലർ ഹുണ്ടായിലാണ്, കൊല്ലം ഷോറൂമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കൈവച്ച്. ഇപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഹുണ്ടായി എക്സ്റ്റർ ആണ്. ഇതൊരു എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് ആണ്. ആൻഡ് നമുക്ക് വണ്ടിയുടെ ടിപ്പിക്കൽ റിവ്യൂ തന്നെ കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് എന്തൊക്കെയോ അഭിപ്രായം കാണിക്കുന്നുണ്ട് വണ്ടീനകത്ത് നിന്ന്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് എൻഡ് നോക്കാമെങ്കിൽ വണ്ടി ഓക്കെ പറഞ്ഞ പോലെ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അൺലോക്ക് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിവേസ് ഫ്രണ്ടിലാണെങ്കിൽ DRLs ഉണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എച്ച് ഷേപ്പിലാണ് DRL വരുന്നത്. അത് ഞാൻ ഇപ്പം വേറെ സ്ക്രീനിൽ ഇട്ടേക്കാം. ഇതാണ് ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. ആൻഡ് ഓവറോൾ ഗ്രില്ല് ഏതാണ്ട് ക്ലോസ്ഡ് ആണ്. ഇവിടെ ചെറുതായിട്ട് ഓപ്പൺഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഓരോരോ കാര്യങ്ങളെ അങ്ങനെ ഫോഗ് ലാംപ്സ് ഇല്ല ഇവിടെ ഒന്നും. ഇവിടെ എല്ലാം സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇത് അണ്ടർ 4 meters ആണ് വരുന്നത്. ഇത് SUV എന്നാണ് ഹുണ്ടായി പറയുന്നത്, പക്ഷേ ഇതൊരു ജാക്ക്ഡപ്പ് ഹാച്ച് ബാക്ക് എന്നാണ് എനിക്ക് പറയാനുള്ള. എക്സ്റ്ററിൻ്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഇവിടെ ഫില്ല് ചെയ്യാനായിരിക്കും. ഇവിടെ 2Dയിൽ ഹുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ എച്ച് ഷേപ്പിലുള്ള DRLs ഉണ്ട്. നമുക്ക് സൈഡ് പ്രൊഫൈൽ പോവുകയാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ 175 65 R16 ടയേഴ്സാണ് വരുന്നത്. 16 അല്ല R15 ടയേഴ്സാണ് വരുന്നത്. എനിക്ക് തെറ്റിപ്പോയതാണ്. നോർമൽ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. പിന്നെ ഓവറോൾ ഈ കളർ പറയുകയാണെങ്കിൽ ഒരു ഗ്രീനിഷ് കളറാണ്. ഡുവൽ ടോൺ ആണ്. ടോപ്പ് എൻ്റെ രണ്ട് ഡുവൽ ടോൺ ആണ് വരുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ദി SX ഓപ്ഷണൽ ഓട്ടോമാറ്റിക്. ആൻഡ് മിറേഴ്സ് ആണെങ്കിൽ ബ്ലാക്ക് ഡോട്ട് ആണ് വിത്ത് വെൽക്കം ഫംഗ്ഷൻ. ഇഫ് ഐ ലോക്ക് ദിസ് കണ്ട തന്നെ ലോക്ക് ഇതാവുന്നുണ്ട്. പിന്നെ പെഡൽ ലാംപ്സ് ഒന്നുമില്ല. നോർമൽ ഇൻഡിക്കേറ്റേഴ്സും ഫോൾഡബിളും അൺഫോൾഡബിളും ഹോർവിയംസ് ആണ്. പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ റിക്കോ സെൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. ആൻഡ് ആക്ച്വലി കാണാൻ കൊള്ളാം ഈ വണ്ടി. എൻ്റെ ഒപ്പീനിയൻ വെച്ച് പറയുന്നത് ഞാൻ ഈ വണ്ടി കയറിയിട്ടില്ല ആക്ച്വലി. ഇപ്പം കയറിയപ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് ഈ വണ്ടി. പിന്നെ സൈഡിൽ ബോഡി ക്ലാഡിങ്സ് വന്നിട്ടുണ്ട്. ഓവറോൾ SUVയുടെ സ്റ്റാൻഡ്സ് വരുന്നുണ്ട്. തരത്തേ ഉള്ളൂ. ആക്ച്വലി SUV അല്ല ഇത്. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. മോണോകോക്ക് സസ്പെൻഷനുള്ള വെഹിക്കിളാണ്. പിന്നെ ഇവിടെ എല്ലാം വലിയ റൂഫാണ്. ആക്ച്വലി ഹെഡ് റൂമൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഡുവൽ ടോൺ ആണ്. ഇവിടെ ഫുള്ളും ബ്ലാക്ക് ഡോട്ടാണ്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ എച്ച് ഷേപ്പിലുള്ള LED ടൈൽ ലാംപ്സ് ഉണ്ട്. LED ആണ്. ഈ എച്ച് മാത്രം LED ആണ്, ബാക്കിയുള്ള ഹലോജൻസ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹലോജൻസ് ആണ്. പിന്നെ എക്സ്റ്ററിൻ്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബ്ലാക്ക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹുണ്ടായുടെ ലോഗോ 2Dയിൽ ഇപ്പോൾ എല്ലാ വണ്ടിക്കും 2Dയിലാണ് കൊടുക്കുന്നത്. ആൻഡ് ബമ്പറിലാണെങ്കിൽ സ്കിഡ് പ്ലേറ്റും സിൽവർ കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയും കൊടുത്തിട്ടുണ്ട്. SXൻ്റെ ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SX ഓപ്ഷണലിന് കൊടുത്തിട്ടില്ല. പിന്നെ 6 എയർ ബാഗ്സ് ആണ്. വിൻഷീൽഡ് ബാക്കിൽ വരുവാണെങ്കിൽ വൈപ്പേഴ്സ്, ഡീഫോക്കസ്, പിന്നെ വാഷേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഷാർക്സിൻ്റെ ആൻറ്റീന കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് ഫങ്ഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആക്ച്വലി വെയിറ്റ് താങ്ങുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സൺറൂഫ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് ചൂടായതുകൊണ്ട്. സൺറൂഫ് ഉണ്ട് ഈ വണ്ടിയിൽ. പിന്നെ റിക്കോ സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കീ ഹോബ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. പിന്നെ ഇവിടെ സ്മാർട്ട് ഓട്ടോ, ഇറ്റ്സ് 5 സ്പീഡ് ഓട്ടോമാറ്റിക് വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. ആൻഡ് ഓവറോൾ ഒന്നും കൂടെ നമുക്കൊന്ന് വോക്ക് റൗണ്ട് നോക്കുന്നതിന് മുമ്പ് വൈപ്പേഴ്സ് എല്ലാം നോർമലാണ് വരുന്നത്. പിന്നെ സ്പ്രേ ഉണ്ടല്ലോ, വാഷർ നോബ്സ് എല്ലാം 2 എണ്ണം വരുന്നുണ്ട്. ആൻഡ് നമുക്കൊന്നും കൂടെ ഒരു വോക്ക് റൗണ്ട് നോക്കാം. ആക്ച്വലി കാണാൻ കൊള്ളാം കേട്ടോ. കുഞ്ഞു വണ്ടിയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. ഒരു ക്യൂട്ട് വണ്ടി. ആൻഡ് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് ടോപ്പ് ഓഫ് ദ ലൈനാണ്. ഞാൻ പറഞ്ഞതുപോലെ ടോപ്പ് ഓഫ് ദ ലൈൻ. ഇവിടെ അവർക്ക് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ക്ലാഡിങ്സ്, പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇനി ഡിസൈനിലുള്ള ആസ്പെക്റ്റോ എല്ലാം ആയിരിക്കും. കണ്ട മിറേഴ്സ് എല്ലാം അൺഫോൾഡായി ആയത് എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അകത്ത് കയറി നോക്കാം. ഡോർസ് ആണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്. ഡോർ അടച്ചു നോക്കുമ്പോൾ ആക്ച്വലി കുഴപ്പമില്ല, നോർമൽ ഇതാണ്. അകത്തൊക്കെ ഹുണ്ടായുടെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. ഇലുമിനേറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. സൺറൂഫ് ഓപ്പൺ ആയി കിടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡോർ സൈഡിൽ വരുവാണെങ്കിൽ പ്ലാസ്റ്റിക്കാണ്. ഒരു ലെതറിൻ്റെ ഫിനിഷൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയാണ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഐ തിങ്ക് 4 സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഇവിടെ വിൻഡോ കൺട്രോൾസ്, പിന്നെ ORM കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. കണ്ടോ ORMs ഒക്കെ അടയുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഓർ ഫൈബർ. ഇവിടെയൊക്കെ എന്തെങ്കിലും എന്നാലും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ സൈഡിലോട്ട് വന്നെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ലെവലർ കൊടുത്തിട്ടുണ്ട്. പെഡൽസ് ഐ തിങ്ക് മെറ്റൽ പെഡൽസ് ആണ്. ടോപ്പ് ഓഫ് ദ ലൈൻ ഉണ്ട്, മെറ്റൽ പെഡൽസ് ആണ്. പിന്നെ ഇവിടെ ഫ്യൂൽ ലിഡ് ഓപ്പണർ ഉണ്ട്. ഇത് പെട്രോൾ വണ്ടിയാണ്. ദർ ഇസ് ഓപ്ഷൻ ഓഫ് CNG ഐ ഡോണ്ട് നോ. ആൻഡ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു AC നോബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടീനകത്ത് കയറി നോക്കാം.
ആക്ച്വലി വണ്ടീനകത്ത് കയറുമ്പോൾ ഇതാണ് വണ്ടിയുടെ, ഇപ്പം ഞാൻ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ടൊക്കെ ചൂട് കാരണം. ആൻഡ് ഓവറോൾ കുഴപ്പമില്ല, ഒരു പൊക്കത്തിരിക്കുന്ന ഫീലുണ്ട്. ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എനിവേസ് സ്റ്റിയറിംഗ് വീൽ വരുവാണെങ്കിൽ നോർമൽ i20 അല്ല i10 സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നോർമൽ സ്റ്റിയറിംഗ് വീലാണ്. വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്. AMTയിൽ ആദ്യമായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുക്കുന്നത് Hyundai Exterലാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ, ഈ വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ദർസ് ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. പിന്നെ 6 എയർ ബാഗ്സ് ആണ് ഇവിടെ ഉണ്ട് സൈഡിലുണ്ട്. ആൻഡ് ഓവറോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോ ഫ്യൂവൽ എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇപ്പോൾ ഓട്ടോയിലായിട്ടുണ്ട്, ഓട്ടോയിലിടാം. ഓക്കെ, ഇപ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ചൂടായതുകൊണ്ടാണ്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇപ്പം 900 RPM വണ്ടി ഐഡിയൽ ചെയ്യുന്ന. ഓവറോൾ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വണ്ടിക്ക് ചേരുന്നുണ്ട്. ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ വണ്ടിക്ക് ചേരുന്നുണ്ട്. അനലോഗ് അത്യാവശ്യം സ്പോർട്ടിയർ വെഹിക്കിളിൽ അനലോഗാണ് ചേരുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് പറയുന്നത് 8 or 7 ഇഞ്ചിൻ്റെ യൂണിറ്റ് ആണ്. അതിന് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. പിന്നെ മീഡിയ നാവിഗേഷൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ AC-യുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് AC ഒന്ന് കുറയ്ക്കാം. ആൻഡ് ദിസ് ഈസ് ദി AC കൺട്രോൾസ്. ആൻഡ് ടൈപ്പ് C പോർട്ടും ഇവിടെ നോർമൽ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് അഡാപ്റ്റർ. അവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഐ തിങ്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്, ആക്സസറി ആണെന്ന് തോന്നുന്നു, ഈ വയർലെസ് ചാർജർ. പിന്നെ ഇതാണ് 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. 5 സ്പീഡ് ആണെന്ന് തോന്നുന്നു, 5 സ്പീഡാണ് വിത്ത് മാനുവൽ കൺട്രോൾസ്. ആൻഡ് പിന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് ഇല്ല, ഇത് നോർമൽ ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് സീറ്റ്സ് ആണ്. വായിലൊന്നും വരുന്നില്ല, വായെല്ലാം കുഴഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഡാഷ് ബോർഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. ഓവർ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ വെക്കാൻ. പിന്നെ ഗ്ലോ ബോക്സ് വലുതാണ്, ആക്ച്വലി ഡീപ്പല്ല പക്ഷേ വലുതാണ്, സ്പേസ് ഉണ്ട്. കൂൾഡാണ്. വണ്ടി വൈബ്രേഷൻ ഉണ്ട്, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. 4 സിലിണ്ടർ ആയിട്ട് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഓവറോൾ ഇതാണ് ക്യാബിൻ. പിന്നെ IRVM ആണെങ്കിൽ ഡേ നൈറ്റ് IRVM ഓട്ടോമാറ്റിക് ആണ്. ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് വ്യൂ. ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിടാം. പിന്നെ ഇവിടെ ആണെങ്കിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് വാനിറ്റി മിറർ, ഇതൊക്കെ ഓപ്പൺ ആയിരിക്കുന്നു. വാനിറ്റി മിറർ നോർമലാണ് ഇവിടെ വരുന്ന. ഇവിടെ ആണെങ്കിൽ വിത്ത് മിറേഴ്സ്. ആൻഡ് ഓവറോൾ കൊള്ളാം, ആക്ച്വലി കൊള്ളാട്ടോ. ഞാൻ ഈ ബാക്ക് സീറ്റിലോട്ടൊന്ന് പോയിരുന്നു നോക്കാം. വണ്ടി ഒന്ന് ഓഫ് ചെയ്തിടാം. ഡോറ് തുറക്കുമ്പോൾ കണ്ട Hyundaiയുടെ ലോഗോ ഇലിമിനേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് സ്ക്രീനിലൊക്കെ. എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ ഫീച്ചറൊക്കെ തരുന്നത്. ബാക്ക് ഡോറാണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്, അത്യാവശ്യമുള്ളൂ. ഈ പ്രൈസ് പോയിൻറ്റിൽ അത്രയുള്ള ഹെവിനെസ് ഉള്ളൂ. ഇതാണ് ബാക്ക് സീറ്റ്. ആംറസ്റ്റ് ഒന്നും വരുന്നില്ല, എല്ലാം ഹെഡ് റെസ്റ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്. എല്ലാം ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും, ഫ്രണ്ടിലത്തെ ഫിക്സ്ഡും. എന്ത് ലോജിക്കാണോ എന്തോ. ഓക്കെ, നമുക്ക് കയറി നോക്കാം. ഇതിന് പാന്നിരിക്കുന്നത് ആക്ച്വലി നോർമൽ ഹാച്ച് ബാക്കിൽ ഇരിക്കുന്ന ഫീല്. SUV അല്ല ആക്ച്വലി ഇതൊരു. ആൻഡ് ഇതാണ് ഫ്രണ്ട് ഡാഷ്ബോർഡ് വ്യൂ. ആൻഡ് തുറന്നൊക്കെ ഇട്ടേക്കുന്ന പോർട്ടല്ല. ആക്ച്വലി നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് ആണെങ്കിൽ കൊള്ളാം. പിന്നെ ഓവറോൾ ഹൈറ്റ്, ഹെഡ് റൂം കൊള്ളാം. എങ്ങനെയുണ്ടാ? കൊള്ളാവോ? സീറ്റിംഗ് എങ്ങനെയുണ്ട്? ഇരുന്നേന്ന് പ്രോപ്പറായിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? സ്മൂത്ത് അല്ലേ? ഞാൻ അത് ഇരിക്കാൻ കംഫർട്ടബിൾ ആണോ? പിന്നെ പാർഷ്യൽ ഷെഫ് കൊടുത്തിട്ടുണ്ട്. പോരെന്നാണ് പറയുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞത്. ഇവിടെ മാക്സിൻ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് നമുക്ക് സ്കൂൾ എത്ര തണുപ്പിക്കണമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ സീറ്റ്സ് കുഴപ്പമില്ല, വണ്ടിക്ക് ചേരുന്നുണ്ട്. പക്ഷേ ഹെഡ് റൂം നല്ലപോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹെഡ് റൂം നല്ലപോലെ ഉണ്ട്. ഈ ഇത് പൊക്കിയിട്ടാലേ, ഈ ഹെഡ് റെസ്റ്റ് പൊക്കിയിട്ടാലേ ഇവിടെ ഇരിക്കാൻ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നടുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. എനിക്ക് ഓക്കെയാണ് ഈ വണ്ടി. ഞാൻ ഇനി പുറത്തുനിന്ന് ഇറക്കി നോക്കാം. ഇവിടെ ഞാൻ സൈഡിൽ വരുവാണെങ്കിൽ ഡോർ സൈഡിൽ വരുവാണെങ്കിൽ ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കേഴ്സ്, പിന്നെ നോർമൽ പ്ലാസ്റ്റിക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് എല്ലായിടത്തും. ഇവിടെയും പ്ലാസ്റ്റിക് ഫിനിഷാണ്. പിന്നെ നമുക്കിനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബൂട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു വരും. ആക്ച്വലി 300 liters ഓഫ് ബൂട്ടാണ് വരുന്നത്. 300 and something ആണ് വരുന്നത്. ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം സ്ക്രീനിൽ. ഓവറോൾ കുഴപ്പമില്ല, ആക്ച്വലി കുഴപ്പമില്ല. പിന്നെ വണ്ടിയുടെ സ്പെയർ വീലെല്ലാം ഇവിടെ വരുന്നത് ഐ തിങ്ക് 14 inches ആണ്, 1 inch കുറവാണ്. പിന്നെ ഇവിടെ ബൂട്ട് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഹുക്സും കൊടുത്തിട്ടുണ്ട് ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ പാഡിങ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. ഇവിടെ പാഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ട് ഇവിടെയൊക്കെ വയറസ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല ആക്ച്വലി. ഇവിടെ കൊടുത്ത് അങ്ങനെ പറ്റത്തില്ല, അടയ്ക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഓവറോൾ പാനൽ ഗ്യാപ്സ് ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പാനൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് എൻജിൻ ബേ ഒന്ന് തുറന്ന് നോക്കാം. എൻജിൻ ബേ ഒന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ കീ എടുത്ത് ഞാൻ പോക്കറ്റ് ചെയ്തിട്ട് കാരണം എൻജിൻ ബേ തുറന്ന് നോക്കാം. കാരണം ചൂടായിരിക്കും, നല്ല ചൂടായിരിക്കും. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് എൻജിൻ ബേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഭയങ്കര ചൂട്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് തരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഐ തിങ്ക് അറൗണ്ട് 88 bhp ആൻഡ് 114 Nm ഓഫ് ടോർക്കാണ് വരുന്നത്. വിത്ത് അവൈലബിൾ വിത്ത് മേറ്റഡ് വിത്ത് നോർമൽ 5 സ്പീഡ് ആൻഡ് 5 സ്പീഡ് AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ആൻഡ് ഓവറോൾ ഇത് ടോപ്പ് ഓഫ് ദ ലൈനാണെന്ന് ഞാൻ പറഞ്ഞു. നോർമൽ വേരിയൻസിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ആക്ച്വലി ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടെ പറയുക. എനിക്ക് ഓവറോൾ ഓക്കെ ആണെന്ന് പറയാം. ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി സ്മോൾ SUV ഫസ്റ്റ് ടൈം ബയേഴ്സിന് കൊള്ളാവുന്ന ഒരു വണ്ടിയാണ്. ഫസ്റ്റ് ടൈം SUV ബയേഴ്സിനെല്ലാം നല്ലതാണ്. SUV അല്ല, ഒരു ഹാച്ച് ബാക്കിൽ നിന്നൊരു പ്രോപ്പർ അപ്ഗ്രേഡ് ആണെങ്കിൽ വണ്ടി നല്ലതാണ്. ആൻഡ് എൻ്റെ ഫ്രണ്ട് ബാക്കിൽ കയറിയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ലൈറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്തിടാം. ആൻഡ് ഓവറോൾ എല്ലാം ഓൺ ചെയ്തിടാം. പിന്നെ നമുക്ക് ഹാസാർഡും കൂടെ ഓൺ ചെയ്തിടാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓവറോൾ നമുക്ക് ലൈറ്റ്സൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് എച്ച് ഷേപ്പിലുള്ള LED DRLs. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അകത്താണ്, അതിൻ്റെ അകത്താണ്. പിന്നെ ഹാലോജൻ പ്രൊജക്റ്റേഴ്സാണ് വരുന്നത്, LED അല്ല, നോർമൽ ഹാലോജൻസാണ് വരുന്നത്. പിന്നെ ഓവറോൾ കുഴപ്പമില്ല, നല്ല വണ്ടി. പിന്നെ സൗണ്ടാണെങ്കിൽ 4 സിലിണ്ടറാണ്, 3 സിലിണ്ടർ അല്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എച്ച് ഷേപ്പിൽ DRLs അല്ല, ടെയിൽ ലാംപ്സ് കാണാൻ കൊള്ളാം കേട്ടോ. രാത്രിയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ, LED ടെയിൽ ലാംപ്സ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈമ്പും അല്ലാതെ നോർമൽ ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം നോർമൽ ഹാലോജൻസ് ആണ്. ഇത് ആക്ച്വലി കൊള്ളാം. സാന്റാഫി ഉണ്ടല്ലോ കേട്ടോ, പുറത്തെ രാജ്യത്തിൽ വരുന്ന, അത് ഇന്ത്യയിൽ വരുമെന്ന് പറയുന്ന ഉടനെ തന്നെ അതിൻ്റെ ഒരു എച്ച് ഷേപ്പിലുള്ള DRLs അതും ഇതും ഏതാണ്ട് സെയിം ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതാണ് ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ചെറിയൊരു റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് അലോ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.